Tread softly, for we are treading on the dreams of a sensitive society of outcasts here in Thiruvananthapuram. But if you are searching where else you can find this level of happiness among the disabled, your search will be long and hard. Right from the beginning of a recorded history, different castes, religions, and races in different climes have treated the differently abled differently. The story of this complex struggle of the disabled begins in Greece, the cradle of all civilizations. Now a bit of statistics. The website of the Department of Social Justice, Kerala, lists 33 government centers for the protection of marginalized citizens, aged, physically disabled, or mentally challenged, all across the state. This includes vocational training centers for the differently able, (387) NGOs contribute their valuable might in this effort. In Thiruvananthapuram district alone, there are 12 centers, including some run by NGOs. As per the 2015 census, there are 130,798 differently able below the age of 19 in our state. 21,533 among them are intellectually challenged, and 8,697 of them have speech and language disability. 6,838 have learning disability. Mrs. Beena of Rotary Institute for Children in Need of Special Care Trivandrum speaks now. ഞാൻ 91 ഈ സ്കൂളിൽ ആദ്യമായി ജോയിൻ ചെയ്യുന്നത്. ആ സമയം ഈ സ്കൂളിൽ കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റിയും കൂടെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. 200-ൽ കൂടുതൽ കുട്ടികൾ അന്ന് ഈ സ്കൂളിലുണ്ടായിരുന്നു. നമുക്ക് സാമ്പത്തികം എന്ന് പറയുന്നത് സ്കൂളിന് സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻഡ് എയ്ഡ് മാത്രമാണ്. ആ ഗ്രാൻഡ് എയ്ഡ് തന്നെ നമുക്ക് സാലറി അല്ല, ഓണറേറിയം മാത്രമാണ്. ആ ഓണറേറിയം തന്നെ തുച്ഛമായ തുകയാണ് അന്ന് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് നൽകുന്നത്. പക്ഷേ ആ പൈസ നമുക്ക് അന്നൊരു കുറവാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇത് 1965 ആരംഭിച്ച സ്ഥാപനമാണ്. അന്ന് 12 കുട്ടികളുമായിട്ടാണ് ഈ സ്ഥാപനം തുടക്കം കുറിച്ചത്. ഇന്ന് 13,000-ൽ കൂടുതൽ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ 147 കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. 2017 വരെ സ്കൂളിൽ റെസിഡൻഷ്യൽ വിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അത്രയും ക്ഷമയും സഹനശക്തിയുമുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹോസ്റ്റൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിൽ നമുക്ക് ഹോസ്റ്റലിലേക്ക് പുതിയ സ്റ്റാഫിനെ കിട്ടാതെയും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ ആയപ്പോഴാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നത്. അതുമാത്രമല്ല, നമുക്ക് ആദ്യം 18 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്കും സ്കൂളിൽ പഠിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ 58 വർഷങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ 58 വർഷങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിനിടയിൽ ഒട്ടേറെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടികളെ പുറത്ത് കൊണ്ടുവരികയും 10-15 കുട്ടികളിൽ കൂടുതൽ പേർക്ക് നമുക്ക് പ്ലേസ്മെൻറ്റ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഇതിൽ. മികച്ച കലാപ്രവർത്തനങ്ങളിലും കായിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ കുട്ടികൾക്കൊരു ഇടപെടൽ നടത്താൻ കഴിയുമോ അതിനൊക്കെ മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് സ്റ്റാഫിന് തന്നിട്ടുള്ളത്. ഗ്രാൻഡിൽ സ്കൂൾ പ്രോജക്റ്റ് എന്നുള്ളത് മാറ്റി വൊക്കേഷണൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോൾ നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ പറഞ്ഞു വിടാൻ ഒരു സാഹചര്യം വന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിന് വിഷമിപ്പിച്ച ഒരു അവസ്ഥ. ആ സമയം നമുക്ക് 200 കുട്ടികളോളം ഉണ്ടായിരുന്ന സ്ഥാപനം പിന്നീട് 100 കുട്ടികളായി കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും DDRSൻ്റെ നോംസ് റിവൈസ് ചെയ്തതനുസരിച്ച് കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് 24 വയസ്സ് വരെയുള്ള കുട്ടികളെ അഡ്മിഷൻ കൊടുക്കാമെന്നുള്ളൊരു
ഓർഡർ വന്നു. അതിനനുസരിച്ച് ഇപ്പോൾ വീണ്ടും നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൊക്കേഷണൽ വിങ്ങിൽ തന്നെ 39 കുട്ടികളോളം ഇപ്പോൾ നമുക്ക് വൊക്കേഷണൽ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 പ്രോജക്റ്റുകളാണ് നമ്മൾ വൊക്കേഷണലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും പിന്നെ ഒന്ന് സ്റ്റിച്ചിങ്. ഈ ക്ലാസ് ആക്ടിവിറ്റികൾക്കും അക്കാഡമിക്സിനും പുറമെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തെറാപ്പി സൗകര്യങ്ങളും നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് 2 സ്കൂൾ ബസ്സേ ഉള്ളൂ. ഈ വരുന്നവർക്കെല്ലാം വാഹനമാണ് വേണ്ടത്. അപ്പോൾ ആ വാഹനത്തിന് നമുക്ക് കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തത് വാഹന സൗകര്യം കുറഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല വിജയം എന്ന് പറയുന്നത്, നമുക്ക് 2 കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭിന്നശേഷി പുരസ്കാരം ലഭിച്ച കുട്ടികൾ നമുക്കുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് മോഡറേറ്റും സിവിയറും കുട്ടികളാണ്. അത് ഒരു 50% മോഡറേറ്റും ഒരു 40% സിവിയർ കുട്ടികളുമാണ്. ഒരു 10% അടുത്ത് മാത്രമേ ഉള്ളൂ മൈൽഡ് കാറ്റഗറി. Father Thomas Changanari-Parambil, Central Institute on Mental Retardation, CIMR, has his observations. ഈ സ്ഥാപനം 1980 ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ഫെലിക്സ് CMI എന്ന അച്ഛന് ആരംഭിച്ചതാണ്. കേരളത്തിലെ ബുദ്ധിമാന്യ രംഗത്ത് ഏറ്റവും ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഫെലിക്സ് അച്ഛനാണ്. ഫെലിക്സ് അച്ഛൻ 1970കളിൽ ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലാണ് അച്ഛൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പരിശീലിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചത്. അതിനുശേഷം എറണാകുളത്തും 1980 തിരുവനന്തപുരത്തും വന്ന് ഓൾ കേരള അസോസിയേഷൻ ഫോർ ദ മെൻ്റലി റിട്ടാർഡഡ് എന്ന സംഘടന സ്ഥാപിച്ച് ആ സംഘടനയിലൂടെ CIMR, DCMR, ജീവൻ പ്രകാശ് ചൈൽഡ് സെൻറ്റർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ കേരളത്തിൽ ഏറ്റവും ആദ്യം ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന അധ്യാപകരെ പരിശീലിപ്പിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഫെലിക്സ് അച്ഛൻ ഇങ്ങനെയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള അധ്യാപകരെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ മെൻ്റൽ റിട്ടാർഡേഷനിൽ അധ്യാപക പരിശീലനം ആരംഭിച്ച് ഇവിടെ നിന്ന് പഠിച്ചു പോയ അനേകം അധ്യാപകർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലായി ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചു. വീട് ആണ് പ്രാഥമിക വിദ്യാലയം. അപ്പോൾ ആ വീട്ടിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുവാനായിട്ടുള്ള പരിശീലന രീതി അച്ഛൻ ഡെവലപ്പ് ചെയ്തു. അതുപോലെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ അക്ഷരം എഴുതി പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ കുട്ടികളെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഇവരെ പര്യാപ്തരാക്കുക എന്നുള്ളതാണ് അച്ഛന് പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുവാനായിട്ട് ആകൃതി അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിശീലന രീതി അച്ഛൻ ഡെവലപ്പ് ചെയ്തു. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റ് സ്ഥാപനങ്ങളുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആകൃതികളെ അടിസ്ഥാനപരമായ അക്ഷരങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ആ ആകൃതികളിലൂടെ അക്ഷരങ്ങളും അതുപോലെ അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു പരിശീലന രീതി ഇവിടെ ഡെവലപ്പ് ചെയ്തു. 3Cs കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ ആ പരിശീലന പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. ഓയിറ്റ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓയിറ്റ ഡയഗ്നോസിസ് ആൻഡ് തെറാപ്പി. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതൊരു പുസ്തകം കുട്ടികളുടെ ആദ്യത്തെ വളർച്ചയുടെ ജനിച്ച ശേഷമുള്ള ആദ്യത്തെ 365 ദിവസത്തെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ആ കുട്ടികളുടെ ഓരോ മാസവുമുള്ള വളർച്ച, സാമാന്യമുള്ള വളർച്ച എപ്രകാരമാണെന്ന് ഈ പുസ്തകത്തിൽ ചിത്രങ്ങൾ സഹിതം വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഓരോ മാസത്തെയും വളർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചാ വൈകല്യങ്ങൾ അല്ലെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ്, ആ മെത്തേഡിലൂടെ കുട്ടികളുടെ വൈകല്യ സാധ്യതകൾ കണ്ടെത്തി ആ സാധ്യതകളെ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേകതരം തെറാപ്പിയാണ് വോയിറ്റ തെറാപ്പി. ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ വന്ന് ഈ പദ്ധതിയിലൂടെ അവരുടെ സാമാന്യ വളർച്ച നേടിപ്പോവുകയുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 2 വർഷങ്ങളിൽ ജനിച്ചു കഴിഞ്ഞ് ഉള്ള ആദ്യത്തെ 2 വർഷങ്ങളിൽ ഈ വൈകല്യ സാധ്യതകൾ കണ്ടെത്താൻ സാധിച്ചാൽ വളരെ വേഗത്തിൽ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ആ കുറവ് കഴിവുകളുള്ളവരെ നമ്മൾ സമൂഹത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടി വളർന്നു വരുവാനായിട്ട് അവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവരുടെയും നമ്മുടെയും കൂടെ വളർച്ചയാണ് സാധിക്കുന്നത്. സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും ചെറിയവരായിട്ടുള്ളവരുടെയും കൂടി വളർച്ച സാധിക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ വളർച്ച സാധ്യമാകുന്നത്. Sister Eliza Mary of CIMR has her observations. 80 മുതൽ ഞാൻ തിരുവനന്തപുരത്താണ്.
അച്ഛൻ ആദ്യം തുടങ്ങിയ സ്കൂൾ ബോർഡിംഗ് സ്കൂളായിരുന്നു. ഇപ്പോൾ ഒരു സ്കൂളുകളും ബോർഡിംഗ് സ്കൂളായിട്ട് തുടങ്ങാനായിട്ട് താല്പര്യമില്ല. കാരണം അച്ഛൻ പറയുന്ന ബോർഡിംഗ് വീട്ടിലായിരിക്കണം, കുഞ്ഞുങ്ങൾ പേരൻസിൻ്റെ സഹോദരൻ്റെയും കൂടെ വളരണം, പിന്നെ സ്കൂളിൽ വന്ന് പഠിച്ചു പോകണമെന്നുള്ളതാണ്. കഴിവ് കുറഞ്ഞവരായിട്ട് ആരുമില്ല. അവരുടെ കഴിവ് മനസ്സിലാക്കി ആ കഴിവിനെ വികസിപ്പിച്ചു കൊണ്ടുവരിക. വി ആർ ഓൾസോ ലൈക്ക് യു, നോട്ട് ലെസ് ദാൻ യു. ഇതാണ് അച്ഛൻ്റെ പോളിസി. അച്ഛൻ്റെ ആപ്തവാക്യമായിട്ട് അച്ഛൻ ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നത്. ഒഡീസി ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒറീസയിൽ നിന്ന് റിയൽ ആയിട്ടുള്ള സാറിനെ കൊണ്ടുവന്നാണ് ഇവിടെ അവരെ ഒഡീസി പഠിപ്പിച്ചത്. അച്ഛൻ പറയുക, ഒരു സെക്കൻഡ് ഗ്രേഡ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട, എല്ലാം സൂപ്പർലേറ്റീവിൽ കൊടുക്കണമെന്നുള്ളത്. അങ്ങനെയാണ് കുതിരയൊക്കെ കലാം സാറിൽ നിന്ന്, കലാം സാറ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവിടെ കത്ത് കൊടുത്ത് അങ്ങനെ ആർമിയുടെ കുതിരയാണ് ഇവിടെ നമ്മൾക്ക് കൊണ്ടുവന്ന് കിട്ടിയത്. അപ്പോൾ സാറ് അവരുടെ പരിശീലനം കാണാനും ഇതെല്ലാം മനസ്സിലാക്കാനും ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. 7 പ്രാവശ്യത്തോളം CAമാർ തന്നെ കലാം സാറെ സന്ദർശിച്ചു. കുട്ടികൾക്ക് ഡ്രൈവിങ്ങിലൂടെ ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ, ഇവർ പ്രോപ്പറായിട്ട് ഓടിക്കുമോ എന്നുള്ളത്. അതൊക്കെ വളരെ നമ്മളുടെ തെറ്റിദ്ധാരണകളാണ്. നമ്മൾ അവരെ വേണ്ട രീതിയിൽ വിലയിരുത്താത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് 1999 85 കുട്ടികളെ ഡൽഹിയിൽ കൊണ്ടുപോയി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു അവസരമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത്. സെക്കൻഡ് പ്രൈസ് കിട്ടി നമ്മുടെ പെർഫോമൻസിന്. അതുപോലെ തന്നെ 1992 ഒരു 10 പിള്ളേരെ നമുക്ക് സ്പെയിനിൽ പാരാ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പിലെ 4 or 5 ഫാമിലിയെ ഒന്നിച്ച് കൂട്ടും. അച്ഛനും അമ്മയും മാത്രം പോരാ, സഹോദരനും സഹോദരിയും ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെയും കൂടി കൊണ്ടുവന്ന് ഈ കുട്ടികളുടെ കഴിവ് എന്താണ്, ഇവരുടെ പ്രോബ്ലം ഒന്നിച്ച് ഷെയർ ചെയ്ത് ആ രീതിയിൽ ഇവരെ പരിശീലിപ്പിച്ചു. അപ്പം പേരൻസ് തമ്മിൽ ഷെയർ ചെയ്യുമ്പം പറയും, ഓ എൻ്റെ കുഞ്ഞിന് മാത്രമല്ല പ്രോബ്ലം, മറ്റേ ആളിനും പ്രോബ്ലം ഉള്ള കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ പ്രോബ്ലം നിസ്സാരം. അങ്ങനെ ഷെയർ ചെയ്യുമ്പം അവരുടെ ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് അവർ സമാധാനത്തോടെ പോകുമായിരുന്നു. Now listen to Sangeet Kumar, leader of NSS Bala Vikas Special School, Trivandrum Taluk Union President and State Vice President of NSS. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്കൂളാണിത്, സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയും. ഈ സ്ഥാപനം 1978 ആരംഭിച്ചതാണ്. അന്നത്തെ കാലത്ത് മിസ്സിസ് PRS പിള്ള അവരുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാഡം ഒരു ട്രസ്റ്റ് തുടങ്ങി ഈ സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു. ആരംഭകാലത്ത് കുറച്ചുകൂടെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പിന്നെ ആ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ മാഡത്തിനും പ്രായം കൂടുന്തോറും ഈ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം നായർ സർവീസ് സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളെ സമീപിക്കുകയും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയുമാണ്. ഇന്നിപ്പം ഈ സ്ഥാപനത്തിൽ 35ഓളം കുട്ടികളുണ്ട്. ഈ സ്ഥാപനം നോക്കാനായിട്ട് താലൂക്ക് NSS യൂണിയൻ്റെ ഭരണസമിതി അംഗങ്ങളുണ്ട്. അതിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മിസ്റ്റർ അനിൽകുമാറുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു കോർഡിനേറ്ററാണ്, മാനേജറാണ്. ഇവരെല്ലാം ഇവിടുത്തെ ലോക്കലായിട്ട് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. 3 ടീച്ചർമാർ, 4 ആയമാർ, ഒരു ഡ്രൈവർ, പിന്നെ ഇതിൻ്റെ പാചകത്തിനെല്ലാം ആയിട്ടുള്ള പിന്നെ കുക്കുകളും മറ്റ് സേവകരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങൾ വലിയ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൽ നിന്നുമുള്ള വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റ് മേഖലകളിൽ നിന്നും നല്ലവരായ ആൾക്കാർ പലരും സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതയെല്ലാം കുറേ നമ്മൾ ഈ സംഘടനയും കൂടെ ഏറ്റെടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ കുട്ടികളെ നോക്കുന്ന അധ്യാപകർ, അവർക്ക് വേണ്ട വൊക്കേഷണൽ ട്രെയിനിങ്ങും മറ്റ് ട്രെയിനിങ്ങും എല്ലാം നടത്തുന്ന അധ്യാപകർക്ക് നമ്മൾ പറഞ്ഞാൽ എത്ര ശമ്പളം കൊടുത്താലും പോരാ. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ ഭഗവാൻ സൃഷ്ടിച്ചാണെന്ന് നമുക്ക് കരുതാം. അവരുടെ രക്ഷകർത്താക്കൾ തന്നെ, അവർക്കും ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഇത് ഏറ്റവും സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങളിലും ഇതുണ്ടാവാറുണ്ട്. ഇടത്തര കുടുംബങ്ങളും താഴെ തട്ടിലുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാവാറുണ്ട്. അല്ല, സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ ഒക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ എന്ത് കുറ്റമുണ്ടെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾ വേറെ ഒരു ദൃഷ്ടിയിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും രക്ഷകർത്താക്കൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിടാൻ കൂടുതൽ താല്പര്യം കാണിക്കും.
പല സംഘടനകളുടെയും ഡോക്ടേഴ്സ് എല്ലാം വന്ന് ഇവിടെ വന്ന് ചെക്കപ്പ് എല്ലാം ചെയ്യും. പേരൻസിന് കൗൺസിലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. സംസ്ഥാന സർക്കാർ പല വാഗ്ദാനങ്ങളും എല്ലാം നൽകുന്നുണ്ട്, അവർക്ക് സഹായിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതികളും ബുദ്ധിമുട്ടുകളും നമുക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ കേന്ദ്ര സർക്കാരിനെ വേണം സമീപിക്കാൻ. കേന്ദ്ര സർക്കാരിനാവുമ്പം ഫണ്ട്സ് ലഭ്യമാണ്. അവർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അവർ കുറച്ച് സഹായം നൽകുന്ന വലിയൊരു പ്രയാസമുണ്ടായിരിക്കില്ല. ട്രെയിൻഡ് അധ്യാപകർ 4-5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ പിന്നെ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന സംഘടനകളെല്ലാം ആ സംഘടനയുടെ ഒരു സാമൂഹികമായിട്ടുള്ളൊരു പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. അല്ലാതെ ഇത് ലാഭത്തിന് വേണ്ടിയോ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയോ നടത്തുന്ന സ്ഥാപനങ്ങളല്ല. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഈ സ്ഥാപനം ഏറ്റെടുക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നു. അത് ഏറ്റെടുത്ത് അതൊരു പ്രവർത്തനരഹിതമായി കൊണ്ടുവരാനായിട്ട് തന്നെ ഏകദേശം 1.25-2 കോടി രൂപ അന്ന് ചിലവാക്കേണ്ടി വന്നു. Moha Rashmita, Special Educator at Dr. Ambedkar Memorial Rehabilitation Center and Special School, Attingal. 2000 അച്ഛൻ തുടങ്ങിയതാണ്. അച്ഛൻ്റെ പേര് ആർ മോഹനൻ സ്വാമി എന്നാണ്. അപ്പം അച്ഛനാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. അച്ഛനൊരു കർഷക ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ അച്ഛൻ വളർന്നു വന്ന ജീവിത ചുറ്റുപാടും ആ വിഷമങ്ങളും ആഹാരം കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അച്ഛൻ വളർന്നു വന്നത്. അങ്ങനെ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ വഴിയെ പോകുന്ന സമയത്ത് ഒരു ഭിക്ഷ എടുക്കുന്ന ആളിനെ കാണുമായിരുന്നു. അദ്ദേഹം ഭയങ്കര നല്ല പെരിയ വെയിലത്തിരുന്ന് ഇങ്ങനെ ഭിക്ഷ എടുക്കുമായിരുന്നു. അങ്ങനെ അച്ഛന് വിഷമം തോന്നി. അച്ഛൻ കൂടെ പോരുന്നെന്ന് ചോദിച്ച ആൾ കൂടെ വന്ന്. അങ്ങനെയാണ് അച്ഛൻ ഒരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങാമെന്ന്, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തുകൂടാ, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുവാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്തു കൊടുത്തുകൂടാ എന്നുള്ളൊരു തോന്നലുകൊണ്ട് അച്ഛൻ ചെയ്തതാണ്. വാടക ബിൽഡിങ്ങിലായിരുന്നു തുടങ്ങിയത്. പിന്നെ അവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് വാടക കെട്ടിടങ്ങളിൽ മാറി മാറി ഇങ്ങനെ താമസം മാറ്റി അവിടെ അവർക്കുള്ള ആഹാരവും അങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ UK ബേസ് ചെയ്തിട്ടുള്ള അവർ വന്ന് കുട്ടികളെ കണ്ട് നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ അവർ തന്നെയാണ് ഒരു ബിൽഡിങ്ങും പുരയിടം കൂടെ സ്പോൺസർ ചെയ്യാൻ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡൊണേറ്റ് ചെയ്ത് അങ്ങനെ ഒരു 2008 ആയപ്പോഴത്തേനും നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടായി. പിന്നെ ഇവിടെ 50ഓളം കുട്ടികൾ മാത്രമല്ല വൃദ്ധരും സ്റ്റാഫ് ഉൾപ്പെടെ 50ഓളം ആൾക്കാരുണ്ട്. അവരെല്ലാം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പോയി വരുന്നവർ കുറവാണ്. പിന്നെ പാരൻസ് ഉള്ളവരുണ്ട്, പാരൻസ് ഇല്ലാത്തവരുണ്ട്. നമ്മൾ തന്നെ അവരെ കാര്യങ്ങൾ നോക്കണമെന്നുള്ളവരുണ്ട്. പാരൻസ് ഇല്ല, ചിലർക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട്. ചിലപ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് ആയിരിക്കും, അമ്മ മാത്രം കാണും. പക്ഷേ അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പാരൻസുമാണ്. ഇല്ലാത്തവരും ഉണ്ട്. വിളിച്ചാൽ ഒരു ഹോസ്പിറ്റൽ കേസിന് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. ലാസ്റ്റ് പരാതിയും എല്ലാം പറയുന്നത് നമ്മുടെ അടുത്തായിരിക്കും. നമ്മളായിരിക്കും അവരെ മുന്നിൽ കുറ്റക്കാർ പോലും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററും റീഹാബിലിറ്റേഷൻ സെൻറ്ററും മാത്രമാണ് ഇപ്പോൾ ഉള്ള ഇതെന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ നമ്മൾ ടീച്ചേഴ്സുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ അവർക്ക് വേണ്ടി തന്നെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സുണ്ട്. അവർ തന്നെയാണ് അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ക്രാഫ്റ്റ് ആയിട്ടും പിന്നെ ലോഷൻ മേക്കിംഗ്, അഗർബത്തി മേക്കിംഗ്, മെഴുകുതിരി, ഇങ്ങനെ ചെറിയ അവരെ കൊണ്ട് പറ്റുന്ന നമ്മളെ സപ്പോർട്ടോടു കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. ഫിറ്റ്സ് വന്ന് വീഴുന്ന കുട്ടികളും പിന്നെ മെഡിസിൻ കഴിക്കുന്നതായിട്ടുള്ള മക്കളുണ്ട്. അവർക്ക് നമ്മൾ മെഡിസിൻ എടുക്കുന്നത് തന്നെ ഇവിടെ ഡോക്ടർമാരുടെ സേവനമൊന്നും ഇവിടെ നമുക്ക് നേരിട്ടില്ല. ആയുള്ളത് വയോമിത്രത്തിൻ്റെയാണ്. വയോമിത്രത്തിൽ എന്ന് പറയുമ്പോൾ അവർ വൃദ്ധരെ മാത്രമാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ചെറിയങ്കിഴി താലൂക്ക് ഹോസ്പിറ്റലിൽ സൈക്കാട്രി ഡോക്ടറെ കാണിക്കാനായിട്ട് കുട്ടികളെ കൊണ്ടുപോയി കാണിക്കും മാസത്തിൽ. പിന്നെ ബാക്കിയുള്ള റിപ്പീറ്റ് മെഡിസിൻ എഴുതിത്തരും. അതായത് നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ് പോയി വാങ്ങിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്കിവിടെ സ്റ്റാഫിൻ്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. കുട്ടികളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടീച്ചേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. Mr. Ginny Mohan, Manager, Charity Village, Venyaramud, shares his views and suggestions. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ വൈസ് സമാനി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ആകൃഷ്ടനായിട്ടാണ് ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വന്നത്. കഴിഞ്ഞ 7 വർഷത്തോളമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഈ പ്രസ്ഥാനത്തിൽ സംബന്ധിച്ച് ആരുമില്ലാത്ത ഏറ്റവും അനാഥരായ ഭിന്നശേഷിക്കാരായ മാനസിക വൈകല്യവും സെറിബ്രൽ പൾസി, ഓട്ടിസം തുടങ്ങി
വിവിധതരം ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോകുന്നത്. ജാതിമത ഭേദമന്യുള്ള സമൂഹത്തിലെ അനാഥരായ ഏറ്റവും അർഹരായ ആൾക്കാരെയാണ് നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അവരെ നാളെ നല്ല നിലയിൽ അവരെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്, നല്ല ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന്, അവരെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ 76ഓളം ഇൻമേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരെ 20-ൽ പരം നമ്മുടെ ജീവനക്കാരുണ്ട് അവരെ നോക്കുന്നതിന്. പേരൂർക്കട ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലുമാണ് കൊണ്ടുപോയി ചികിത്സ നടത്തുന്നത്. അപ്പോൾ ആ പോകുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ ഇവിടെ ഒരു സൈക്യാട്രിക് ക്ലിനിക്കിൻ്റെ, അത് സമൂഹത്തിലെ ആളുകൾക്കും കൂടി ഉപയോഗപ്രദമായ രീതിയിൽ, സമൂഹത്തിലെ പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമായ രീതിയിലാണ് ഈ സൈക്യാട്രിക് ക്ലിനിക്കിൻ്റെയും ഒക്കെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. ഒരു ഓണമോ പെരുന്നാളോ വന്നാൽ പോലും വന്ന് കാണാനോ കേൾക്കാനോ ഇല്ലാത്ത ആൾക്കാരുടെ ഒരു പുനരധിവാസ കേന്ദ്രമാണ്. നമ്മുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകർ, അമ്പലം, ചർച്ച്, ജമാഅത്ത് ഒക്കെ അവിടെ ഉള്ളവരുടെ അവസ്ഥ നമ്മളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി അന്വേഷിച്ച് ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കി തീർത്തും അനാഥരാണെങ്കിൽ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ഇവിടെ കൊടുക്കുന്നത്. ഹാർപ്പിക്ക്, ലൈസോള്, സർഫ് ഒക്കെ ഉണ്ടാക്കാൻ, സോപ്പ്, മറ്റ് നിർമ്മാണ സാമഗ്രികളൊക്കെ ഉണ്ടാക്കാനുള്ള പരിശീലനമുണ്ട്. ഇവിടെ പച്ചക്കറി മറ്റ് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവിടെ കൃഷിയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 4 ഏക്കർ പുരയിടമുണ്ട്. പക്ഷികൾ, കോഴി, താറാവ്, അപ്പോൾ ഇതിനെയെല്ലാം ഇവർ തന്നെ നോക്കുന്ന. Differently able can also learn magic is the considered view of Sadanandan, magic teacher at Different Arts Center in Magic Planet, Trivandrum. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ 300ഓളം കുട്ടികൾ ഉണ്ട്. ആദ്യം വന്നത് 100 കുട്ടികളാണ്. ആ 100 കുട്ടികളെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. ഞാൻ സ്കൂളിലെ അധ്യാപകനായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് 2019 ഇവിടെ ജോയിൻ ചെയ്യുന്നത്. 8ഓളം വേദികളിലായി കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിച്ച് അവരെ വളർത്തി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സാധാരണ കുട്ടികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുട്ടികൾക്കൊരു ഓഡീഷൻ നടത്തി ആണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു ഓഡീഷൻ നടത്തുന്നത്. കലാപരമായ ഏത് കാര്യത്തിലാണോ കഴിവുള്ളത് അതിലേക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയും ആ ക്ലാസ്സിലേക്ക് അവരെ മാറ്റുകയും അത് അവരെ പഠിപ്പിച്ച് അത്തരത്തിൽ അവരുടെ സാധാരണ കുട്ടികളെ പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് മുതുകാട് സാറിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ 4 ബാച്ചിലായി 300ഓളം കുട്ടികളാണ് ഇവിടെയുള്ളത്. ഈ കുട്ടികൾക്ക് ഇപ്പോൾ ശരിക്കും കുട്ടികൾക്ക് 1 വർഷത്തെ ട്രെയിനിങ്ങാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ വന്നിട്ട് അവരെ ഇവിടെ നിന്ന് വിടാനായി ശ്രമിച്ചപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ ആയി കഴിഞ്ഞു. പിന്നെ തിരിച്ചവർ പോകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നുകൊണ്ട് ആ കുട്ടികളെ വിട്ടില്ല. ഇപ്പോൾ അവരുടെ എംപ്ലോയ്മെൻറ്റ്, ആ കുട്ടികൾക്ക് എംപ്ലോയ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ് മുതുകാട് സാറിൻ്റെയും മാജിക് പ്ലാനറ്റിൻ്റെയും ലക്ഷ്യം. അതിനുവേണ്ടി യൂണിവേഴ്സൽ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഫുൾ സ്വിങ് ആയിട്ടില്ല. അത് ഘട്ടം ഘട്ടമായി അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡിഫറൻ്റ് ഏബിൾഡായിട്ടുള്ള ആദ്യം വന്ന കുട്ടികളെ അങ്ങോട്ട് മാറ്റുകയും അവർക്ക് അവിടെ എംപ്ലോയ്മെൻറ്റ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ കുട്ടികളോടൊപ്പം തന്നെ ഇവരുടെ അമ്മമാരും ഇവിടെ തന്നെ തുടരുകയാണ്. കാരണം അവർക്ക് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അവിടെ തയ്യൽ, ആർട്ട്, ക്രാഫ്റ്റ്, കുട നിർമ്മാണം, ബാഗ് നിർമ്മാണം, പിന്നെ നെറ്റിപ്പട്ട നിർമ്മാണം, ക്രാഫ്റ്റ് വർക്കുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ തന്നെ വിൽക്കുന്നതിന് മോംസ് എന്ന് പറഞ്ഞൊരു സെൻ്ററുണ്ട്. ആ മോം സെൻ്ററിൽ ഇവിടെ വരുന്ന ഓഡിയൻസ്, അതായത് ദിവസം വരുന്ന ഓഡിയൻസ് അത് വാങ്ങുകയും അല്ലെങ്കിൽ അങ്ങനെ ഈ വിറ്റ് കിട്ടുന്ന പൈസ ആ കുട്ടികളുടെ അമ്മമാരുടെ അക്കൗണ്ടിലേക്ക് തന്നെ പോവുകയും ഈ കുട്ടികൾക്ക് വേണ്ടി അത് ചിലവാക്കുകയും ചെയ്യുന്നു. ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് 3 ബസ് ഇവിടെയുണ്ട്. വീട്ടിൽ നിന്നും കുട്ടികളെ വിളിച്ചുകൊണ്ട് വരികയും ഇവിടെ പഠിപ്പിക്കുകയും വൈകുന്നേരം തിരിച്ച് അതുപോലെ കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ യൂണിഫോം ഫ്രീ ആയി സൗജന്യമായി നൽകുന്നുണ്ട്. കൂടാതെ അവർക്ക് എല്ലാ മാസവും സ്റ്റൈഫൻഡ് അങ്ങോട്ട് നൽകുന്നുണ്ട്. മുതുകാട് സാർ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും തന്നെ സാധാരണ കുട്ടികളാക്കി മാറ്റിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ കഴിയും.
music is also meant for the differently able. Meera, music teacher, Different Arts Center, Magic Planet. ഇവിടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ തുടക്കകാലം മുതലേ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഒപ്പമുണ്ട്. 2019 ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കലാകായികത്തിലൂടെയുള്ള ഭൗതിക മാറ്റം വരുത്തുക എന്നുള്ളതാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ അവർ 4 മണി വരെ അവർക്ക് ട്രെയിനിങ് ആണ് ഓരോ സെക്ഷനിലും കൊടുക്കുന്നത്. ഈ സെക്ഷനുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മാജിക് പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഓഡിയൻസ് അവർക്ക് കൊടുക്കുന്ന കയ്യടിയും പ്രോത്സാഹനവുമാണ് അവരിൽ പകുതിയോളം ഭൗതിക മാറ്റം വരുത്തുന്നത്. Now we are at the end of a journey through a rugged terrain of intellectual disability in Kerala, in its historical and contemporary context. Kerala, often heralded as God's own country, is a testimony of a society with equality and inclusivity for its integral values. Rather than sympathy or compassion, individuals with intellectual disability deserve our genuine love and acceptance. The hallmark of greatness of individuals, family, society, of a nation lies in the manner in which the disabled, marginalized, and less fortunate are treated. It's imperative that we listen to their voices and accept their unique contributions, reaffirming them that we value their inherent worth. Let's remember that our progress is measured by our commitment to inclusivity and respect for all individuals, regardless of their capabilities or lack of them. By building up a more inclusive society, we not only uplift those with intellectual disabilities, but also enrich our own lives, whereby the fabric of our society is seamlessly attractive. അവർക്ക് വേണ്ടത് സഹതാപം അനുകമ്പയൊന്നുമല്ല. അവർക്ക് വേണ്ടത് നമ്മുടെ സ്നേഹം, വാത്സല്യം. നിങ്ങൾ എന്നെ സ്വീകരിക്കുകയില്ലേ? എനിക്ക് വേറെ ആളായിട്ട് മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുകയില്ലേ എന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാതിരിക്കരുത്.